വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് കിടിലാക്കിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്കും ഓണമൊക്കെ അടിപൊളിയായിരുന്നു. 2 സദ്യ എനിക്ക് പ്രാവശ്യം കിട്ടി. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം എനിക്ക് 2 സദ്യ കിട്ടും. ഒന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ, പിന്നെ ഒന്ന് എൻ്റെ അമ്മമ്മയുടെ വക. സോ അതല്ല ഇപ്പോഴത്തെ കാര്യം. ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ്. ആസ് യൂഷ്വൽ നമ്മൾ പെൻഡിങ് ഇട്ടിട്ടുണ്ട് കുറേ ഒത്തിരി ഭാഗം. എനിക്കൊന്ന് ഫിസിക്സും സുവോളജി ബോട്ടണി ഈ 3 വിഷയത്തിൽ എനിക്ക് പെൻഡിങ് ഉണ്ട്. ആൻഡ് ഇന്ന് ഞാൻ എനിക്ക് കുറച്ചും കൂടി പഠിക്കാൻ തോന്നുന്ന ഫിസിക്സാണ്. സോ നമുക്ക് ഫിസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫിസിക്സ് എനിക്ക് തോന്നുന്നു പലരും ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് പറയുമ്പോഴത്തേക്കും ഡെറിവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങ് വായിച്ച് പഠിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെറിവേഷനൊന്നും ആരും വായിച്ച് പഠിക്കരുത്. ഡെറിവേഷനൊക്കെ എഴുതി തന്നെ പഠിക്കണം. കാരണം നമ്മളിപ്പോൾ വായിച്ചിട്ട് ഓക്കെ വായിക്കുന്നു, എനിക്കതറിയാം, സെറ്റാണ്, എനിക്കതറിയാം എന്ന് വിചാരിക്കും. പക്ഷേ എക്സാം ഹോളിൽ പോകുമ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥ വരാറുണ്ട്. സോ അത് വരുന്ന മെയിൻ കാരണം നമുക്ക് ആവശ്യമുള്ള രീതിക്ക് നമ്മൾ എഴുതി പഠിക്കാത്തതുകൊണ്ടാണ്. സോ നിങ്ങൾ എഴുതി പഠിക്കുക തന്നെ വേണം. എനിക്കും ഡെറിവേഷനും കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കാൻ തന്നെയാണുള്ളത്. സോ നമുക്ക് നേരെ പഠിക്കാൻ പോകാം. അധികം കിടന്ന് ഞാൻ സംസാരിക്കുന്നില്ല. ഓക്കെ. സോ ഗൈസ്, നമ്മൾ അങ്ങനെ ഒരു ഫിസിക്സ് നോട്ടും പിന്നെ അല്ലാതെ എഴുതി പഠിക്കാനൊരു ബുക്കും ഒരു പേനയും എടുത്തിട്ടുണ്ട്. കാര്യമായ ഒരു പേന, ചുമ്മാ അതിൽ ഇങ്കുണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. എനിക്ക് ആദ്യം തൊട്ടേ പഠിക്കാനില്ല, അല്ലാണ്ട് കുറച്ച് പോർഷൻസേ ഉള്ളൂ. സോ ഇതൊക്കെ ഞാൻ പഠിച്ച്, ഓഫ് കോഴ്സ് ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. യെസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. കുറേ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്നും ഞാൻ പറഞ്ഞു കുറച്ചധികം പെൻഡിങ് വന്നിട്ടുണ്ട്. ആ നോട്ട്സ് മാത്രമേ പഠിക്കുക, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. സോ ചില ഡെറിവേഷൻ, അതായത് പ്രൊജക്റ്റൈലൊക്കെ എനിക്ക് ഇനി കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാനുണ്ട്. പിന്നെ R=V⍵, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ, അതൊക്കെ കൂടി കവർ ചെയ്യാനുണ്ട്. സോ നമുക്ക് നോക്കാം. ആൻഡ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇതൊക്കെ കവർ ചെയ്തിട്ട് എനിക്ക് സോ ഗായ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുതി പഠിക്കുവാണ്. ആ ഒരു ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ഹൈറ്റും ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അതിന് ശേഷം ഞാൻ എഴുതി പഠിക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ ഇനി ഏത് ക്ലാസ്സോ ആവട്ടെ, ഏത് സബ്ജക്റ്റോ ആവട്ടെ, എഴുതി പഠിക്കുക തന്നെ വേണം. ജസ്റ്റ് ഒന്ന് എഴുതി, അല്ലെങ്കിൽ വായിച്ച് പഠിച്ചിട്ടൊന്ന് എഴുതി നോക്കിയാലും മതി. നിങ്ങൾ കൺഫേം ചെയ്യണം നിങ്ങൾക്കത് എപ്പോൾ ചോദിച്ചാലും എഴുതാൻ പറ്റുമെന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ എന്നെ ജ്യൂസ് എന്തോ കുടിക്കാൻ വിളിച്ച് ഞാൻ അനങ്ങിയില്ല. കാരണം എന്താ, നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ പഠിക്കാനിരിക്കണം. സോ എല്ലാവരും പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ തന്നെ ഇരിക്കുക. എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്രേവിങ്സ് വരും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. അപ്പം ഞാൻ ഇടയ്ക്ക് അടുക്കളയിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കും. പക്ഷെ നിങ്ങളങ്ങനെ ആവരുത് കേട്ടോ, എനിക്കത് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. സോ ഗൈസ്, നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തൊരു 1-2 ചെറിയ ടോപ്പിക് മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു ചിലത് നമ്മളിങ്ങനെ ഡെറിവേഷൻ അല്ലാതെ കുറച്ച് പഠിക്കാനുണ്ടല്ലോ. ഇനി ഒരു ഡെറിവേഷൻ ഉണ്ട്, അതായത് മറ്റേ ഒമേഗയുടെയൊക്കെ കാര്യം പറഞ്ഞ ആ ഒരു സാധനവും പിന്നെ അല്ലാതെ ഒരു ചെറിയ നോട്ട്സും കൂടിയിട്ട് പഠിക്കാനുണ്ട്. സോ അത്രയും പഠിച്ചാൽ എനിക്ക് തോന്നുന്നു ഫിസിക്സ് ഏകദേശം ആവും. സോ ലെറ്റ്സ് കംപ്ലീറ്റ്. സോ ഗൈസ്, ഇന്നത്തെ സ്റ്റഡി വ്ളോഗ് ഇവിടെ കഴിയാണ്. അടുത്ത സ്റ്റഡി വ്ളോഗായിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ആൻഡ് ഇതിപ്പം നമ്മൾ അത്യാവശ്യം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ മീൻസ് ഇതുവരെ ഉള്ളതൊക്കെ നിങ്ങളും കവർ ചെയ്ത് പോവുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.